ഗെയ്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും ധ്യാൻ റോക്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നുണ്ടെങ്കിൽ അതിൻ്റെ പോസിറ്റീവ്സ് എന്തൊക്കെയാണ്, അതിൻ്റെ നെഗറ്റീവ്സ് എന്തൊക്കെയാണ്, എൻ്റെ സജഷൻസും ഞാൻ പറയുന്നുണ്ട് ഈ ഒരു വീഡിയോയിൽ. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഞാൻ വെറുതെ പറഞ്ഞ് നീട്ടുന്നില്ല. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഗെയ്സ്. അപ്പോൾ ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. അപ്പോൾ ഫസ്റ്റ് വണ്ണെന്ന് പറയുന്നത്, ഒരു വീഡിയോ ഇടുമ്പോൾ നമ്മൾ വ്യൂവറിൻ്റെ സൈഡിൽ നിന്ന് നോക്കണം. അപ്പോൾ ഫസ്റ്റ് ഞാനൊരു വീഡിയോ ഇട്ടു, അപ്പോൾ ഞാൻ നോക്കണം അപ്പോൾ ഈ കണ്ടൻറ്റ് എനിക്കിഷ്ടപ്പെട്ടില്ല. ഫസ്റ്റ് നമ്മൾ വേണം ഇഷ്ടപ്പെടാൻ. നമ്മൾ ഇഷ്ടപ്പെട്ടാലേ ബാക്കിയുള്ളൊരു ഇഷ്ടപ്പെടും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ വേണം ഇഷ്ടപ്പെടാൻ. അപ്പം നമുക്ക് തൃപ്തി വരണം. ആ ഒരു രീതിയിൽ വേണം നമ്മൾ ഇടാനായിട്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ നമ്മളിട്ടു. അപ്പം നമുക്ക് എന്ന് വെച്ചാൽ ഈ ടൈം കൂടുതലാണ്, അതാണ് ഈ ഒരു വീഡിയോൻ്റെ പ്രശ്നം എന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ ടൈം കുറച്ച് അത് നമ്മളിടും. എന്നിട്ട് ഇനിയുള്ള വീഡിയോസ് നമ്മൾ എന്ത് ചെയ്യും, ടൈം കുറച്ചിടും. അതാണ് നമ്മൾ ഒരെണ്ണം ചെയ്യാനുള്ളത്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വേറൊരാളുടെ യൂട്യൂബ് അല്ലെങ്കിൽ വേറൊരാളുടെ വീഡിയോ നമ്മൾ കോപ്പി അടിക്കണ്ട. എന്ന് വെച്ചാൽ വേറൊരാളുടെ വീഡിയോ നമ്മൾ കോപ്പി അടിക്കുന്ന ഒരു കൾച്ചറല്ല. ഓക്കെ, നമ്മൾ ആ ഒരു കൾച്ചറാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ വേറൊരാളുടെ യൂട്യൂബ് നമ്മൾ കോപ്പി അടിക്കാതിരിക്കുക. പിന്നെ പ്രശ്നങ്ങളും ഇല്ല, ഒന്നുമില്ല. നമ്മളതായ സെൻറ്റൻസിൽ നമ്മളതായ വേർഡ്സിൽ നമ്മൾ പറയാം. പിന്നെ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ യൂട്യൂബിനെ വലുതാക്കാൻ ശ്രമിക്കും. അല്ല ബാക്കിയുള്ളവർ ബാക്കിയുള്ള സബ്സ്ക്രൈബേഴ്സ് കയറിപ്പോണ എൻ്റെത് മാത്രം കയറുന്നില്ല, അങ്ങനെയൊന്നും ചിന്തിക്കരുത്. നമ്മളൊരിക്കലും പേടിക്കാൻ പാടില്ല. നമ്മൾ ക്യാമറയിൽ തോന്നുമ്പോഴോ അങ്ങനെയൊന്നും പേടിക്കാൻ പാടില്ല. കാരണം നമ്മൾ ഒരു കൂട്ടുകാരൻ്റെ അടുത്താണ് സംസാരിക്കുന്നത്. ആ ഒരു രീതിയിൽ വേണം നമ്മൾ സംസാരിക്കാൻ. നമ്മളിപ്പോൾ ഒരാൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമ്മൾ സംസാരിക്കണം. ഒരാൾക്ക് എങ്ങനെയൊക്കെ സംസാരിച്ചാൽ ഇഷ്ടപ്പെടും, അങ്ങനെയൊക്കെ നമ്മൾ സംസാരിക്കണം. ഏതൊക്കെ സ്റ്റൈലിൽ സംസാരിച്ചവർക്ക് ഇഷ്ടപ്പെടും, ഏതൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയാൽ അവർക്ക് ഇഷ്ടപ്പെടും, അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കാൻ പറ്റും. പിന്നെ ചില യൂട്യൂബൊക്കെ തുടങ്ങിയിട്ട് കണ്ടൻ്റൊന്നും കിട്ടുന്നില്ല, എന്ത് കണ്ടൻ്റ് ഇടട്ടെ എന്നൊക്കെ ചോദിക്കുന്ന പല യൂട്യൂബേഴ്സുണ്ട്. അപ്പോൾ നമ്മൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില യൂട്യൂബേഴ്സ് വ്ളോഗർ എന്ന് വെച്ചാൽ വ്ളോഗിങ് ചെയ്യുന്ന അല്ലെങ്കിൽ ട്രാവലിംഗ് ചെയ്യുന്ന യൂട്യൂബേഴ്സ് ആയിരിക്കും. അല്ലെങ്കിൽ അൺബോക്സിങ് മാത്രം, പിന്നെന്താണ് കുക്കറി ചാനൽസ്, അങ്ങനെയൊക്കെ ഒരുപാട് ചാനൽസ് ഉണ്ട്. ഇത് ഒന്നിനെ മാത്രം ചെയ്യുന്ന ചാനൽസാണ്, ഒന്നിനെക്കുറിച്ച് മാത്രം ചെയ്യുന്ന ചാനൽസാണ്. അപ്പോൾ നമ്മൾ ഒന്നിനെ മാത്രം ചെയ്യുന്നത്. അപ്പോൾ ഞാനൊക്കെ ഇപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലായിടും. ഇപ്പോൾ ഞാൻ കുറേ അൺബോക്സിങ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഈ ഒരു വീഡിയോ എങ്ങനെ യൂട്യൂബ് ഇതാക്കാം, അത് ഞാൻ നിങ്ങൾക്കും കൂടെ ഉപയോഗം വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം. പിന്നെ നമ്മൾ യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടാൻ വേണ്ടി നമ്മൾ ഒരിക്കലും ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങരുത്. കാരണം യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടും, അതൊരു സൈഡിൽ കൂടെ കിട്ടും. പക്ഷെ നമ്മളുടെ ആവശ്യം എന്താണ്, ഈ ചാനലിനെ വലുതാക്കുക. ചാനലിനെ വലുതാക്കുന്ന കൂട്ടത്തിൽ നമ്മൾ വലുതാവും. മനസ്സിലായോ? നമ്മളെ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് ചാനലിനെ വലുതാക്കുക. സെക്കൻഡോ തേർഡോ ഒക്കെയാണ് നമ്മളുടെ പൈസ കിട്ടുക എന്ന് പറയുന്നത്. അപ്പോൾ പൈസ എങ്ങനെ കിട്ടുന്നതെന്ന് വെച്ചാൽ 1000 സബ്സ്ക്രൈബേഴ്സും 4000 വാച്ചവേഴ്സും ഉള്ളപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, പൈസ കിട്ടുന്നത്. അതൊക്കെ അതിൻ്റെ സൈഡിൽ കൂടെ കിട്ടും. പിന്നെ നമ്മൾ നല്ല കണ്ടൻറ്റ് ഇടാൻ ശ്രമിക്കുക. ഇപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമുക്ക് ഫസ്റ്റ് ഇഷ്ടപ്പെടണം. അപ്പോൾ ഞാനിന്ന് ഒരു അൺബോക്സിങ് വീഡിയോ, ഞാനെന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ. അപ്പോൾ ഞാൻ പറയാണ്, ഞാൻ ഇന്നൊരു അൺബോക്സിങ് വീഡിയോ ഇട്ടു. അപ്പോൾ അതിനെ എങ്ങനെ ഒരു മോഡിഫൈ ചെയ്യാം, ഇടാൻ പോവുകയാണ്. അപ്പോൾ അതിനെങ്ങനെ മോഡിഫൈ ചെയ്തിടാം. അപ്പോൾ ഇൻട്രൊഡക്ഷൻ എങ്ങനെ പറയാം,
എന്നൊക്കെ നമുക്ക് ചിന്തിക്കാം. അപ്പോൾ അതിൻ്റെ ആൻസേഴ്സ് നമുക്ക് തന്നെ കിട്ടും. മനസ്സിലായോ? അങ്ങനെ ഒരു നല്ല ഒരു യൂട്യൂബ് നമുക്കുണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ നല്ല കണ്ടൻറ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഉള്ള ആൾക്കാർക്കൊക്കെ ഇഷ്ടമെന്ന് പറയുന്നത് ആനിമെ അങ്ങനെയൊക്കെ ഒരുപാട്. ഇപ്പോൾ എൻ്റെ സ്കൂളിൽ തന്നെ ഒരുപാട് പേരൊക്കെ ഇഷ്ടം ആനിമെ അത് ഇത് എന്നൊക്കെ ഉണ്ട്. ആനിമയാണ് ഇഷ്ടം. ആനിമയിലെ ക്യാരക്ടേഴ്സ് കുറേ പേർക്ക് ഇഷ്ടമുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ സ്കൂളിൽ ഇപ്പോൾ കൂടുതൽ പേരൊക്കെ ഇഷ്ടം ആനിമയാണ്. അപ്പോൾ അവരുടെ ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ യൂട്യൂബ് ഉണ്ട്. അവൻ കൂടുതൽ ഇടുന്നത് ആനിമെ, ഡ്രോയിങ് അതൊക്കെയാണ് ഇടുന്നത്. മനസ്സിലായോ? അങ്ങനത്തെ ഒരുപാട് ഇതുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ നമുക്ക് ഇഷ്ടപ്പെടണം എന്നൊക്കെ പറഞ്ഞില്ലേ എന്ന് പറയുമ്പോൾ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുമോ, നമുക്ക് ഇഷ്ടപ്പെടുള്ളൂ അങ്ങനെയൊന്നും ചിന്തിക്കരുത്. പിന്നെ നമ്മളിങ്ങനെ പേടിക്കരുത്. എന്താണ്, മറ്റുള്ളവർ ബാഡ് അല്ലെങ്കിൽ അഴുക്ക കൊള്ളൂല, ഈ ഒരു വീഡിയോ നീ ഇട്ടത് കൊള്ളൂല, അങ്ങനെ കമൻ്റ് ഇടുമോ എന്ന് അവർ കമൻ്റ് ഇടുമോ എന്നൊന്നും നമ്മൾ പേടിക്കരുത്. കാരണം അവരുടെ ചോയ്സാണ്. എന്ന് വെച്ചാൽ അവരുടെ ഒപ്പീനിയനാണ്. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു വീഡിയോ ഇട്ടു, അപ്പോൾ നമുക്കിഷ്ടപ്പെട്ടു, പക്ഷേ അവർക്ക് ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ. പലർക്കും പല ഒപ്പീനിയനാണ്. ഇപ്പോൾ നമുക്കിഷ്ടപ്പെട്ടതായിരിക്കില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത്, അല്ല എനിക്കിഷ്ടപ്പെടുന്നതായിരിക്കില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത്. മനസ്സിലായി? അപ്പോൾ ഒരാൾക്ക് ഇഷ്ടപ്പെടുന്നതല്ല മറ്റൊരാൾക്ക് ഇഷ്ടപ്പെടുന്നത്, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അയാളുടെ ഒപ്പീനിയനാണ്. ഞാൻ വേറൊരു എക്സാമ്പിൾ പറയാം. ഞാൻ ഈ യൂട്യൂബ് തുടങ്ങിയപ്പോൾ എനിക്ക് ഈ മൈക്കില്ലായിരുന്നു. അപ്പോൾ കുറച്ച് പേര് കമൻ്റ് ഇട്ടു, ഒരു മൈക്ക് മേടിക്കണം, സൗണ്ടില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആണ് ഞാൻ ഈ മൈക്ക് മേടിച്ചത്, അതിൻ്റെ എന്താണ് അൺബോക്സിങ് വീഡിയോ ഇട്ടത്, അങ്ങനെ ഒക്കെ ഞാനിട്ടു. അപ്പോൾ ആ ആളുടെ കമൻ്റ് കാരണമാണ് എനിക്കിത് മേടിക്കാൻ പറ്റിയത്, ബാക്കിയുള്ളവർക്ക് സൗണ്ട് കൂടുതൽ കിട്ടാൻ പറ്റിയത്. മനസ്സിലായോ? ആ ഒരു കമൻ്റ് കാരണമാണ് ഇങ്ങനെയൊക്കെ എത്തിയത്. മനസ്സിലായോ? അപ്പോൾ ഒരു കമൻറ്റിന് നമ്മൾ കുറ്റം പറയരുത്. എന്ന് വെച്ചാൽ ആ ആൾ കമൻ്റ് ഇട്ടത് അയാളുടെ ചോയ്സാണ്, അയാളുടെ ഒപ്പീനിയനാണ്. അതിന് നമ്മൾ അങ്ങനെ ഒന്നും കളയരുത്. നമ്മൾ ആ ഒരു ഒപ്പീനിയനും കൂടെ അംഗീകരിക്കണം. ഓക്കെ, അതാണ് ഒരു കാര്യം എന്ന് പറയുന്നത്. ഞാനൊരു ഫ്രണ്ടിനെ പോലെയാണ് യൂട്യൂബിന് സംസാരിക്കേണ്ടത് എന്ന് പറഞ്ഞില്ലായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു യൂട്യൂബ് സംസാരിക്കുമ്പോൾ നമ്മൾ ഫ്രണ്ട്ലി ആയിട്ട്, നമ്മളൊരു യൂട്യൂബിൽ എങ്ങനെ നമ്മൾ ഫ്രണ്ടിൻ്റെ അടുത്ത് എങ്ങനെയാണ് സംസാരിക്കുന്നത്, ഫ്രണ്ട്ലി ആയിട്ട് ഒരു കൂട്ടുകാരൻ്റെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ഒരു നമ്മളെ കൂട്ടുകാരൻ്റെ അടുത്ത് എങ്ങനെയാണ് സംസാരിക്കുക, അതുപോലെ നമ്മൾ ഈ യൂട്യൂബിൻ്റെ സംസാരിച്ച് വളരെ മനോഹരമായിട്ട് നമുക്കൊരു വീഡിയോ എടുക്കാൻ സാധിക്കും. പിന്നെ നമ്മൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ തന്നെ ഒരു ക്യൂരിയോസിറ്റി വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, എല്ലാ ദിവസവും വീഡിയോ ഇടും. അപ്പോൾ പക്ഷേ പിന്നെ കുറച്ചും കൂടെ കഴിയുമ്പോൾ ഒരു ക്യൂരിയോസിറ്റി അങ്ങ് പോവും. ഇതെൻ്റെ ഒപ്പീനിയനാണ്, പോവും. ആ സമയത്ത് നമ്മൾ ആഴ്ചയിലൊന്ന്, മാസത്തിലൊന്ന് അങ്ങനെയൊക്കെ ആവും. അതിനെക്കാട്ടിയും നമ്മൾ ഇടുമ്പോൾ എന്ന് വെച്ചാൽ ഇന്ന് വൈകിട്ടാണ് ഇട്ടെങ്കിൽ നാളെയും വൈകിട്ടാണ്, നാളെയാണ് ഇടുന്നതെങ്കിൽ വൈകിട്ട് തന്നെ ഇടും. അങ്ങനെ അപ്പോൾ നമ്മളെ കാണുന്ന ആൾക്കാർക്ക് നന്നായിട്ട്, എന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ വൈകിട്ടാണ് ഇട്ടത്, അപ്പോൾ അടുത്ത ആളിന് ഇന്നും അയാൾ വൈകിട്ടിടും എന്നൊരു തോന്നൽ വരും. അപ്പോൾ ആൾ കയറി വയ്ക്കുമ്പോൾ ആളിട്ടു. അതുപോലെ അയാൾ എല്ലാ ദിവസവും കയറി നോക്കും. അതുപോലെ പലരും കയറി നോക്കും. അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ അപ്ലൈ ചെയ്യണം. അപ്പോൾ അപ്ലൈ ചെയ്യുമ്പോഴാണ് നമ്മളെ യൂട്യൂബ് ചാനൽ ഈ വർക്കാവുന്നത് വെച്ചാൽ സബ്സ്ക്രൈബേഴ്സൊക്കെ കൂടുന്നത്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇത്രയും പറഞ്ഞു തന്നില്ലേ, അപ്പോൾ ഞാൻ ഇത്രയും എഫർട്ടൊക്കെ എടുത്തില്ലേ. അപ്പോൾ നിങ്ങൾ എൻ്റെ യൂട്യൂബ് കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുകയാണ്. നിങ്ങൾ ഇതൊരു യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ബൈ.